നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സഞ്ജു സാംസണെ ഏകദിന ടീമിലേക്ക് എടുക്കുന്നു. ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അഭിഷേക് ത്രിപാഠിയാണ്. ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെ സഞ്ജു സാംസണിന് ഏകദിന ടീമിൽ അവസരം കൊടുക്കാൻ വേണ്ടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. അദ്ദേഹം ജാഗ്രൻ ന്യൂസിൻ്റെ സ്പോർട്സ് എഡിറ്ററാണ്. മികച്ച രൂപത്തിലുള്ള ക്രിക്കറ്റ് വാർത്തകൾ അദ്ദേഹം നൽകാറുണ്ട്. ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുന്നത് എന്നുള്ളത് കൊണ്ട് സഞ്ജു സാംസണിന് വലിയ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നു വേണം മനസ്സിലാക്കാൻ. പന്തിനെ ODI ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തേക്കുമെന്നും സഞ്ജു സാംസൻ്റെ എൻട്രി ആണ് സാധ്യത വർദ്ധിപ്പിക്കുന്നത്, പോസിബിൾ ആവുന്നത് എന്നുകൂടി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടീം മാനേജ്മെൻറ്റ് വളരെ സീരിയസ്ലി സഞ്ജുവിന് ഏകദിനത്തിൽ കൂടി അവസരം കൊടുക്കാൻ ആലോചിക്കുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലേക്ക് വിശദമായിട്ടൊന്ന് പോകാം. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഋഷഭ് പന്തിന് ഏകദിന ടീമിൽ നിന്നുള്ള അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ T20 മത്സരങ്ങളിൽ അതിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ചതല്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏകദിന സ്ക്വാഡിലെ അവസരം നഷ്ടപ്പെട്ടേക്കും. KL രാഹുൽ തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ പ്രൈമറി വിക്കറ്റ് കീപ്പറായിട്ട് ഏകദിനത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. സഞ്ജു സാംസൺ ഈസ് ലീഡിങ് ദി റേസ് ഫോർ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ സ്പോട്ട്. സ്ക്വാഡിലെ രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർക്കുള്ള സ്ഥാനത്തിന് ഇപ്പോൾ ഫ്രണ്ട് റണ്ണർ എന്നുള്ളത് സഞ്ജു സാംസൺ തന്നെയാണ്. ഇന്ത്യയുടെ അടുത്ത ഏകദിന മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ജൂൺ 14-നാണ്. ODI സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ODI സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 14-നാണ്. അതായത് IPL കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ടൂർണമെൻറ്റ് ആ ഒരു സീരീസ് ആരംഭിക്കും. അപ്പോൾ അതിലേക്കാണ് സഞ്ജു സാംസണിനെ പരിഗണിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ അടുത്ത ഫോക്കസ് എന്ന് പറഞ്ഞാൽ 2027 വേൾഡ് കപ്പാണ്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും 2027 വേൾഡ് കപ്പ് സ്ക്വാഡിനെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ്. ആ ഒരു വേൾഡ് കപ്പിന് മുമ്പ് 20 ഏകദിന മത്സരങ്ങൾ ഇന്ത്യക്ക് കളിക്കാനുണ്ട്, ഇൻക്ലൂഡിങ് ഹോം സീരീസ് അഗെയിൻസ്റ്റ് അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക ആൻഡ് വെസ്റ്റ് ഇൻഡീസ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലേക്കും ന്യൂസിലാൻഡിലേക്കും ടൂർ പോയി അവിടെയും ഏകദിന മത്സരങ്ങളുണ്ട്. പന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ ജനുവരിയിൽ ഇന്ത്യ ഏകദിന മത്സരങ്ങൾ കളിച്ചപ്പോൾ സ്ക്വാഡിലേക്ക് സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റി. പിന്നെ ധ്രുവ് ജുറലാണ് ആ ഒരു സ്പോട്ടിലേക്ക് വന്നത്. ഏതായാലും പന്തിന് അദ്ദേഹത്തിൻ്റെ ഒരു റിതം IPL-ലേക്ക് അദ്ദേഹം എത്തി. അതായത് ആ പരിക്ക് ജനുവരി പറ്റിയിട്ട് പിന്നെ അദ്ദേഹം IPL-ലാണ് കളിക്കാൻ വരുന്നത്. ഇതുവരെ ആ ഒരു റിതം തിരികെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. സാംസണെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചെന്നൈക്ക് വേണ്ടി ഈ സീസണിൽ അദ്ദേഹം 304 റൺസ് 8 മത്സരങ്ങളിൽ നേടിയിട്ടുണ്ട്. 2 സെഞ്ചുറികളും സഞ്ജു സാംസൺ നേടിയിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിലാണെങ്കിൽ സഞ്ജുവിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ODIയിൽ 16 മത്സരങ്ങളിൽ നിന്ന് 14 ഇന്നിങ്സിൽ നിന്നായിട്ട് 510 റൺസ് 56.67 ആവറേജിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കാലയളവിൽ അദ്ദേഹം ഒരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. പാളിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2023 ഡിസംബറിൽ അദ്ദേഹം ആ ഒരു അവസാനമായിട്ട് ഏകദിന മത്സരം കളിക്കുമ്പോൾ ആ ഒരു സീരീസിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. 108 റൺസാണ് അന്ന് അദ്ദേഹം നേടിയത്. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് മുന്നിലുള്ളപ്പോൾ ഏകദിന ടീമിലേക്ക് കൂടി അവസരം ലഭിക്കാൻ പോകുന്നു എന്ന് വേണം അഭിഷേക് ത്രിപാഠിയുടെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.